അപ്പൊ ഇതാണ് നമ്മുടെ കൊച്ചു ഫാമിലി ട്ടോ. ഇതാണ് ഞങ്ങളുടെ 2 മക്കള്. ഇതാണ്ടോ കണ്ണാടിയൊക്കെ ഇട്ടിട്ട് ആളെ ഇറങ്ങിയിട്ടുണ്ട്. പുല്ല് പറിക്കാനാണ്, വേറെ ഒന്നിനല്ല. ഇന്നപ്പോ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്, വേറെ ഒന്നല്ല. നമ്മുടെ വീടിന്റെ ഉമ്മറം ഇത് പുല്ലൊക്കെ വന്ന് നല്ലപോലെ ഇതായി കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മള്. അപ്പൊ ഇതാണ് ഞങ്ങള് ഫൈക്കുട്ടൻ. ഇതാണ് എന്റെ 2ാമത്തെ മോൻ, UKG പഠിക്കണു. അവൻ പുല്ല് പറിക്കാൻ ഇറങ്ങിയതാണ് കണ്ണടയൊക്കെ ഇട്ടിട്ട്. ഹായ് പറയും ഫൈക്കുട്ട. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങള് താമസിക്കുന്ന വീട്. എല്ലാരും കണ്ടോളൂ. ഇതാണ് ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട്. അപ്പൊ ഇതാ ഞങ്ങളെ വെയിറ്റ് ചെയ്യാതെ ഒക്കെ പണി തുടങ്ങാൻ പോവുകയാണ്. ഇതുണ്ടോ മൊത്തം കൊളായി കിടക്കുകയാണ്. ഹോസ്പിറ്റലിലൊക്കെ ഒരാഴ്ചയൊക്കെ പോയി നിന്നപ്പോ ഇവിടെ വരുമ്പോഴേക്കും മൊത്തം കൊളായി കിടക്കുകയാണ്. നമ്മളുടെ ചെടികളൊക്കെ അപ്പൊ ഒരാഴ്ച ഹോസ്പിറ്റലിലൊക്കെ പോയി ഇരുന്ന് വരുമ്പോഴേക്കും വേറെ ചെടികളൊക്കെ വളർന്ന് മൊത്തം ഇതായി പോയി, കാട് പിടിച്ച പോലെ. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇതുണ്ടോ പണിയെടുക്കാത്തൊരു മടിച്ചാണ് കേട്ടോ. എന്തിനു വിളിച്ചാലും ഇതാ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോണ ഒരാളാണിത്. പക്ഷെ അവന് ഉഷാറാണ് കേട്ടോ. അതുകൊണ്ടോ ഇപ്പൊ അതിനേക്കാളും മുമ്പായിട്ട് പോയി പണിയെടുക്കാൻ വേണ്ടിട്ട് പോയിരിക്കുന്നുണ്ട്. പണിയെടുക്കുമ്പോൾ ആള് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് പുല്ല് പറിക്കാതിരിക്കുന്നത്. ഹായ് കേട്ട് ഇക ഇക. അപ്പൊ ശരിയപ്പോ ഞാനും കൂടട്ടെ പണിക്ക്. ഇപ്പയും മകനും കൂടെ തകർത്ത് പുല്ല് വലിക്കാണ് കേട്ടോ. ഇക്കാക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ടെൻഷൻ കുറയും. അപ്പൊ ഇക്കെന്നെ വിളിച്ചിട്ട് വരും, ഞങ്ങളെ നമുക്ക് അത് ചെയ്യാം പറഞ്ഞിട്ട്. വെറുതെ ഇരിക്കുമ്പോൾ ആള് ഡിപ്രഷനാണ് ഇപ്പോ നല്ലപോലെ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് കുട്ടികളുടെ കൂടെ ഒക്കെ ചെയ്യുമ്പോ അത് ഇക്കാക്ക് നല്ലപോലെ മനസ്സിന് സമാധാനം കിട്ടുന്നുണ്ട്. ഇക്കാ ഇവിടെ ഒരാൾ ഒരു പണിയെടുക്കാണ്ട് ഇതാ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട് കിണറ്റിന്ന്. കുഞ്ഞാ എന്താ പണിയെടുത്ത്? അവര് പണിയെടുക്കണം, നീ വെള്ളം
ഇതാ പണിയൊക്കെ കഴിഞ്ഞു, കുളിച്ചു, സുന്ദരിയായി. അപ്പോഴേക്കും ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ഇക്ക എനിക്ക് സർപ്രൈസ് ആയിട്ട് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ സ്നേഹം, കണ്ടോ എൻ്റെ ഒക്കെ. ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും ചായ വെച്ച്. ഇക്ക ഇക്ക അപ്പൊ ഞാൻ വരുമ്പോഴേക്കും ഇക്ക ചായയൊക്കെ വെച്ച് തന്നു കേട്ടോ. അതാ ചായ കുടിക്കണ്. നിങ്ങക്ക് വേണോ? അപ്പൊ കുട്ടികളൊക്കെ ആ ഗ്യാപ്പില് കളിക്കാൻ പോയി, കുളിക്കാനൊന്നും വന്നിട്ടില്ല. പിന്നെന്താ, വേറൊന്നുമില്ല. അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക, ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. ഇക്കാടെ കാര്യങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രയാസത്തിലാണ്, മുന്നോട്ട് പോയേ തീരൂ ഞങ്ങൾക്ക്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യാതെ ആരും പോവരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോവരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണം. അപ്പൊ ടാറ്റ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.